ഹലോ ഹായ്. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. എങ്ങടേക്കടാ? മലേഷ്യ. സിംഗപ്പൂർ ടു മലേഷ്യ. അത് ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലത്തെ ഒരു പഞ്ചായത്തിൽ നിന്ന് വേറൊരു പഞ്ചായത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പാലം കടന്ന് സിംഗപ്പൂർ ടു മലേഷ്യ പോകുന്നു. 2 ദിവസത്തെ പരിപാടി. 2 ദിവസം കൊണ്ട് എങ്ങനെ മലേഷ്യ ചുറ്റിക്കറങ്ങി കാണാം, അതാണ് ഇന്നത്തെ വീഡിയോ. സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലെ കോലാലംപൂരിലേക്ക് ഏകദേശം 300 കിലോമീറ്ററാണ് വരുന്നത്. നമ്മൾ ബൈ റോഡ് ബസ്സിനാണ് പോയത്. സിംഗപ്പൂരിലെ റെഡ് ബസ് SG എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് $55, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് $30 നമുക്ക് ചാർജ് വന്നത്. സിംഗപ്പൂരിലെ ബൂൺലേ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സവോയ് തിയേറ്റർ, ഓൾഡ് സവോയ് തിയേറ്റർ, അവിടെ നിന്നായിരുന്നു നമുക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നത്. കാലത്ത് 10 മണിക്കായിരുന്നു നമ്മുടെ പിക്കപ്പ്. നമ്മുടെ ബസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് പോയത്. കുറച്ച് ദിവസം മുമ്പ് നമുക്കിവിടെ കിട്ടിയ ഒരു ഹോളിഡേക്കാണ് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇവിടുത്തെ ചൈനീസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞ ഹോളിഡേക്കാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തത്. സിംഗപ്പൂരിലും മലേഷ്യയിലും ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി ട്രാഫിക് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോയത്. സിംഗപ്പൂരിലെ തുവാസ് ചെക്ക് പോയിന്റ് വഴിയാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തത്. സിംഗപ്പൂരിലെ തുവാസിനെയും മലേഷ്യയിലെ ജോഹോർ എന്ന സ്ഥലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. ആ ഒരു പാലം കടന്നിട്ടാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തത്. സിംഗപ്പൂരിലെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പാലം. ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ മലേഷ്യയായി. അപ്പോൾ ഈ ഒരു പാലം കടന്നിട്ട് ഒരുപാട് ആളുകൾ ഡെയിലി മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂർക്ക് ജോലിക്കായിട്ട് വരുന്നുണ്ട്. ഒരു ദിവസം ഏകദേശം 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകളാണ് ഈ ഒരു പാലം കടന്ന് മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ജോലിക്കായിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം അവസാനമാണ് മലേഷ്യൻ ഗവൺമെൻറ് ഇന്ത്യൻ നാഷണൽസിന് വേണ്ടിയിട്ട് വിസ ഫ്രീ എൻട്രി പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവം ആരംഭിച്ചത്. അപ്പോൾ മലേഷ്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിസ ഫ്രീ ആണെങ്കിൽ കൂടി ഓൺലൈനിൽ കയറിയിട്ട് മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഓൺലൈനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് വ്യക്തമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ ബസ് വന്നത് ലേറ്റാണ്. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് നമുക്ക് ഹെവി ട്രാഫിക്കും കിട്ടി. അങ്ങനെ അവസാനം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടുത്തെ ഒരു ഹൗക്കർ സെൻറ്ററിൽ കയറിയിരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ നാസി ലമക് എന്ന് പറഞ്ഞ ലോക്കൽ ഒതൻറ്റിക് ഫുഡും അതേപോലെ തന്നെ യമി എന്ന് പറയുന്ന വേറൊരു ഫുഡൊക്കെയാണ് കഴിച്ചത്. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു 1/2 മണിക്കൂറത്തെ ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുറന്നു. ഇവിടുന്ന് വീണ്ടും ഒരു 150 കിലോമീറ്ററോളം നമുക്ക് യാത്രയുണ്ടായിരുന്നു. ഒടുവിൽ ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം മലേഷ്യയിലെ കോലാലംപൂർ സിറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും ഉയർന്ന കെട്ടിടമായിട്ടുള്ള വരസൻ മെഡേക്ക എന്ന് പറയുന്ന ടവർ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മലേഷ്യയിലെ കോലാലംപൂരിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബർജായ ടൈം സ്ക്വയർ എന്ന് പറയുന്നത്. സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് ഡെയിലി ബസ്സുകളുണ്ട്. അപ്പോൾ എല്ലാ ബസ്സുകൾക്കും ഇവിടെ ഡ്രോപ്പ് ഓഫ് പോയിന്റ് ഉണ്ട്. നമ്മൾ ഇറങ്ങിയത് അടുത്ത ഡ്രോപ്പ് ഓഫ് പോയിന്റ് ആയിട്ടുള്ള KL സെൻറ്ററിലാണ്. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് മലേഷ്യൻ റിംഗറ്റാണ്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ പിന്നെ സിംഗപ്പൂരിൽ നിന്ന് വരുന്നെങ്കിൽ അവിടെ നിന്നോ നിങ്ങൾ ഓൾറെഡി കറൻസി മാറ്റിയിട്ടുണ്ടാവണം. ഞങ്ങൾ സിംഗപ്പൂർ ഡോളർ യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചു. ഒടുവിൽ നമ്മൾ നമ്മുടെ KL സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഓഫ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു മാളിൽ കയറിയിട്ട് ഫസ്റ്റ് നേരെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. എൻ്റെ പേരിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു കോഫിയും കുടിച്ചിട്ടാണ് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയത്. Booking.com എന്നൊരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഇവിടുത്തെ കറൻസി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത സിംഗപ്പൂർ ഡോളറിന് $1 3.3 റിംഗറ്റാണ് നമുക്ക് കിട്ടിയത്. ഒരു റിംഗറ്റിന് നാട്ടിലത്തെ ഏകദേശം 19 രൂപ അടുത്ത് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടിൻ ടവർ കാണാൻ പറ്റുമായിരുന്നു. നമ്മളിന്ന് രാത്രി ടിൻ ടവർ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ബാക്കി വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക്.